ഇത് പറങ്കാവാണ്. ക്ഷീണിച്ച് വരുമ്പോൾ വേണേൽ ഇരിക്കാൻ ഇതുപോലെ ഒരു സ്റ്റൂൾ കൊണ്ടിട്ടിരുന്ന ഈ ഫീൽഡിലൊക്കെ ഇരിക്കാവുന്നതാണ്. ഇതിൻ്റെ ആകപ്പാടെ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷമാണല്ലോ. സന്തോഷം ഈ കാറ്റും കൊണ്ട് ഈ ഫീൽഡിൽ വന്നിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു സന്തോഷം. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഒരു റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. അവധകാലത്തെല്ലാം നല്ലോണം കൂടി നടന്നതാണ്. കൃഷി ചെയ്യാനുള്ള കാശൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതിന് കൃഷിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം കാശുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി നടക്കത്തുള്ളൂ. ഏതായാലും ഒന്ന് ശ്രമിച്ച് നോക്കുക. പണ്ട് തൊട്ടേ ഞങ്ങളുടെ പരമ്പരയായിട്ട് കൃഷിക്കാരാണ് ഞങ്ങൾ. വല്യപ്പച്ചന് 112 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ്. 110 വയസ്സ് വരെയും നല്ല അധ്വാനവും കൃഷിയും വിളവെടുപ്പും ഒക്കെ ആയിട്ട് ജീവിച്ച മനുഷ്യനാണ്. 1990 മരിച്ചത്. ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അത് അദ്ദേഹം മരിച്ചപ്പോൾ മലയാള മനോരമയിലൊക്കെ കൊടുത്ത ഫീച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കാരണവർ യാത്രയായെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കൃഷി പാരമ്പര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ആ ഒരു താല്പര്യമാണ് ഞങ്ങളെ കൃഷിയിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുന്നത്. പിന്നെ ഈ കൃഷിയെ ഒരു പരിചയപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പരമ്പരാഗത കൃഷി രീതികൾ, പരമ്പരാഗത കൃഷിയുടെ മഹത്വം, പിന്നെ ലോകത്തിന് ഈ കൃഷി എത്രമാത്രം ഒഴിവാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതിൽ നാട്ടറിവുകളുടെ പ്രാധാന്യം എന്താണ്, ഇതൊക്കെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിപ്പം ഇപ്പോഴത്തെ നിലയ്ക്ക് കാര്യമായ റവന്യൂ ഒന്നും കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പോലും ഇതിനെ ഉപേക്ഷിച്ചാലുണ്ടാകുന്ന ഭയങ്കരമായ ദുരവസ്ഥ. ഞാനൊരു 40 വർഷം കൊണ്ട് പലരോട് പറഞ്ഞൊരു കാര്യമാണ്, കൃഷിക്കാരന് വായു ഫ്രഷ്നസ് സബ്സിഡി കൊടുക്കണം എന്ന് പറയുന്നത്. അവന് വായുവിനെ ശുദ്ധീകരിച്ച് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വിഭാഗം ജനമാണ് കൃഷിക്കാർ എന്ന് പറഞ്ഞാൽ. കൃഷി മരങ്ങളാണ് അന്തരീക്ഷത്തിലെ അശുദ്ധ വായുവിനെയൊക്കെ വലിച്ചെടുത്ത് അത് സംസ്കരിച്ച് വളമാക്കിയെടുക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ഒക്കെ ചെയ്യുന്നത് കൃഷിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നേരെ നെഗറ്റീവായ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രി ചെയ്യുന്നത് നല്ല ശുദ്ധവായുവിനെ വലിച്ചെടുത്തിട്ട് കാർബൺ മോണോക്സൈഡ് പോലുള്ള അശുദ്ധമായതും നമ്മുടെ എക്കോളജിയെ തന്നെ താറുമാറാക്കുന്നതുമായ വാതകങ്ങളെ പുറത്തേക്ക് വിടുന്ന ഒരു സിസ്റ്റമാണ്. ഈ രണ്ട് മത്സരം നടക്കുമ്പോൾ കൃഷിക്കാരനല്ല സെസ് ഏർപ്പെടുത്തേണ്ടത്, ഇൻഡസ്ട്രിക്ക് സെസ് ഏർപ്പെടുത്തി കൃഷിക്കാരനത് എയർ സബ്സിഡി ആയിട്ട് കൊടുക്കണം. അവൻ ചെയ്യുന്ന ഏക്കറേജ് എത്ര സെൻറ്റ് സ്ഥലത്ത് അവൻ കൃഷി ചെയ്യുന്നുണ്ടോ അതിന് എയർ സബ്സിഡി അവന് കൊടുക്കണം. അത് കൊടുത്തെങ്കിൽ മാത്രമേ കൃഷി നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ വളം വാങ്ങിക്കുമ്പോൾ ഇച്ചിരി സബ്സിഡി ഉണ്ട്, അത് അക്കൗണ്ടിൽ പോയാൽ കിട്ടും. എന്നിട്ട് അതിന് 150 പേപ്പറുകൾ 150 സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അത് മുഴുവൻ കൊണ്ടുവന്ന് കൃഷിഭവനിലുള്ളവരെ വിളിച്ചുകൊണ്ട് ഈ ഫീൽഡിലെല്ലാം കാണിക്കണം. ഫോട്ടോ കോപ്പി എടുത്ത് മടുക്കും. ചിലപ്പോൾ തോന്നും ഈ ഫോട്ടോ കോപ്പി കമ്പനിക്കാർക്ക് വേണ്ടിയാണോ ഇങ്ങനെയുള്ള സബ്സിഡി സിസ്റ്റങ്ങൾ നിലനിൽക്കുന്നതെന്ന് പോലും തോന്നും. അത്രമാത്രം ദുഷ്കരമാണ്. ഏത് സാധനം എടുത്താലും ഒരു കൃഷിക്കാരന് ഒരു വർഷത്തിൽ ഒരു 500 ഫോട്ടോ കോപ്പിയെങ്കിലും എടുക്കേണ്ടി വരും. ഇതെന്തിനാണ്? ഇത് ആരെങ്കിലും ഇതൊക്കെ പൊതിഞ്ഞു കെട്ടി വെക്കുന്നതല്ലാതെ ഇതൊന്നും കാര്യമായിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ടോ, കൃഷി ചെയ്യുന്നവനാണോ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താവ് എന്നൊന്നും വെരിഫൈ ചെയ്യാനൊന്നുമുള്ള കറക്റ്റായ സംവിധാനങ്ങളൊന്നുമില്ല. കൃഷി ചെയ്യുന്നു, അവന് ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ അതിന് നേരമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ പോകുന്ന പോലുമില്ല. പലപ്പോഴും കൃഷിയില്ലാത്തവനാണ് കൃഷിക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് എന്തെങ്കിലുമൊക്കെ കാപ്പീച്ചയൊക്കെ കൈപ്പറ്റുന്നതൊക്കെ അവരാണ്. ഇതൊക്കെ ആരോട് ചോദിക്കാനാ, ആരോട് പറയാനാ? ഉണ്ട്, പല കൃഷിയെ സ്നേഹിക്കുന്ന കൃഷി ഓഫീസർമാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെങ്കിൽ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ കുറവാണ്. അവർക്ക് വാഹന സൗകര്യങ്ങൾ ഗവൺമെൻറ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം.
കൃഷി അവർ തന്നെ പോയി ഫീൽഡ് വിസിറ്റ് ചെയ്ത് കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അല്ലാതെ കർഷകനെ ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് വന്ന് കൃഷി ഓഫീസറെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ എല്ലാം കാണിച്ച് തിരിച്ച് കൊണ്ടുവിടുക എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോക്കാരൻ ഒരു 250-300 രൂപ വാങ്ങിക്കും. അത് പേടിച്ച് ഇതൊന്നും ആരും ചെയ്യത്തുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ആ സംവിധാനങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്നുകൊണ്ട് കൃഷി ചെയ്യുക എന്ന് പറയുന്നതാണ് ചാലഞ്ച് എന്ന് പറയുന്നത്.